സാധാരണ ജീവിതത്തിലും അതോടൊപ്പം തന്നെ ബിസിനസ് ജീവിതത്തിലുമൊക്കെ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വല്ലാതെ തകർന്നു പോവുക അല്ലെങ്കിൽ എനർജി ഇല്ലാതായി പോവുക, ഇത് വളരെ സ്വാഭാവികമാണ്. ഞാൻ നിങ്ങളോടൊപ്പം അൻവർ സാം, ആർക്കിടെക്റ്റ് ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർ സാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. എന്തുകൊണ്ടാണ് നമുക്ക് എനർജി കുറഞ്ഞു പോകുന്നത്? നമ്മൾ ആവേശത്തോടു കൂടി തുടക്കം കുറിച്ച പല കാര്യങ്ങളും കുറച്ച് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ എനർജി താഴ്ന്നുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തത്? ഇതിന് പ്രധാനമായിട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസുകൾ, നമ്മുടെ അറിവുകൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുള്ള മേഖലകൾ, അതുപോലെ തന്നെ വ്യക്തികൾ, ഇതെല്ലാം തന്നെ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പല കാര്യങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് എങ്ങനെയായിരിക്കും പോവുക എന്നുള്ളത് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതാണ് ബിലീഫ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഈ ബിലീഫ് സിസ്റ്റം വളരെ വ്യക്തമല്ല, വളരെ കൃത്യമല്ല എങ്കിൽ നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളിലും നമ്മുടെ ഉള്ളിലേക്ക് തരുന്നത് ഭയമായിരിക്കും, ഭീതിയായിരിക്കും, ആശങ്കകളായിരിക്കും. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള, പ്രത്യേക തരത്തിലുള്ള, അതുപോലെ തന്നെ വളരെ കൃത്യസമയത്തുള്ള തീരുമാനങ്ങളാണ് ആ ബിസിനസ്സിനെ വിജയിപ്പിക്കുന്നത്. ഒരു ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്തുന്നതിൽ ഇത്തരം തീരുമാനങ്ങൾ വളരെ പ്രധാനമാണ്. അപ്പോൾ കൃത്യമായ ഒരു നല്ല ബിലീഫ് സിസ്റ്റത്തിലൂടെ അല്ല വന്നിരിക്കുന്നത് എങ്കിൽ ആ ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം എന്ത് ചലഞ്ച് വന്നാലും അവൻ്റെ ഉള്ളിൽ തീയായിരിക്കും, ആശങ്കയായിരിക്കും, പേടിയായിരിക്കും. ഇതിന് പല ആളുകളും പല രൂപത്തിൽ ഇതിന് പരിഹാരം കാണാറുണ്ട്. ഒന്ന് മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ ഒരു പരിധി വരെ ഇതിനെ സഹായിക്കാറുണ്ട്. കാരണം നമ്മൾ താഴ്ന്നു പോകുമ്പോൾ അതിനെ ഒന്ന് മുകളിലേക്ക് കൊണ്ടുപോകാൻ ഈ മോട്ടിവേഷൻ നമ്മളെ സഹായിക്കും. പക്ഷേ ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ എനർജി താഴേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. രണ്ടാമത് ആയിട്ട് ആളുകൾ സ്വീകരിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ തളർന്നു പോയാൽ ഞാൻ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ അപമാനിതനാവും. അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് ഞാൻ ഏറ്റിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയാതെ വന്നാൽ അത് എൻ്റെ ഈഗോയെ, എൻ്റെ പേഴ്സണാലിറ്റിയെ എഫക്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വീണ്ടും ഊർജം സംഭരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. പക്ഷേ ഈ യാത്ര പലപ്പോഴും വലിയ പടുകുഴിയിലേക്കാണ് ആളുകളെ കൊണ്ട് എന്നെത്തിക്കുന്നത് എന്നത് പഠനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഏറ്റവും പ്രധാനമാണ് നമ്മുടെ എനർജിയെ നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. അതിന് ഏറ്റവും പ്രധാനം മനസ്സിനെയും ശരീരത്തിനെയും ഹാർമണൈസ് ചെയ്തുകൊണ്ട് ഒരു താളത്തിൽ നിർത്തിക്കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിന് നമുക്ക് മെൻ്റൽ എക്സസൈസുകൾ ആവശ്യമാണ്, ഫിസിക്കൽ എക്സസൈസുകളും ആവശ്യമാണ്. മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും എനർജി ലെവൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ട് നിങ്ങൾ ഊർജ്ജസ്വലമായ ഒരു ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും വേണം. ഒരു കാര്യം തീർച്ചയാണ്, പ്രശ്നങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത, ചലഞ്ചുകളില്ലാത്ത ഒരു ജീവിതം ഈ ലോകത്ത് സാധ്യമല്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ എവിടെയാണ് വിജയമുള്ളത്? വിജയമുള്ളത് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നാലും, നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും, നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നാലും
അതിനെ ഏറ്റവും പീസ്ഫുള്ളായി അഭിമുഖീകരിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കുവാനും നമ്മുടെ എനർജിയെ നിലനിർത്താനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എനർജിയെ നിലനിർത്തിക്കൊണ്ട് ഈ ചലഞ്ചസുകളെ, ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് അവൻ പീസ്ഫുള്ളായിട്ടാണ് ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ പീസ്ഫുള്ളായിട്ടുള്ള അതേ സ്റ്റേജിലേക്ക് തിരിച്ചു പോകാൻ അവന് കഴിഞ്ഞാൽ, കണക്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പരിശീലനങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളുമെല്ലാം മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് അക്കാഡമിയുടെ ഭാഗമായി നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, വളരെ എനർജറ്റിക്കായിട്ട് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു പോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സമാധാനത്തോടു കൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന നല്ല ഒരു ലീഡറായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ. സ്മൈൽ വിഷസ്. ഞാൻ നിങ്ങളോടൊപ്പം അൻവർ സാർ.